കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും മോഷ്ടാക്കളെയും എന്നു വേണ്ട സകല മനുഷ്യരുടെയും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു മരത്തിൻ്റെ കഥയാണിത്. കൊച്ചുണ്ണി എന്ന ആൽമരത്തിൻ്റെ കഥ. ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുകയും വലിയ കാര്യങ്ങളിൽ മാത്രം സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളുള്ള മയിൽക്കാവ് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കൊച്ചുണ്ണി ഉണ്ടായിരുന്നത്. കൊച്ചുണ്ണിയുടെ അടിയിൽ ചെന്നാൽ ആർക്കും കള്ളം പറയാനാകില്ലത്രേ. ഇതാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ ദേ ഈ വീട് കത്തി തീരുന്ന സമയം മതി. ഇത്രയും മരങ്ങളുള്ള മയിൽക്കാവിൽ ഒരു ദിവസം കോൺട്രാക്റ്റിൽ മരങ്ങൾ വെട്ടാൻ വേണ്ടി അടുത്ത ഗ്രാമത്തിൽ നിന്ന് കോൺട്രാക്ടറും പണിക്കാരും വന്നു. അവർക്ക് ആവശ്യമുള്ള മരങ്ങൾ ഒന്നും നോക്കാതെ അവർ വെട്ടി വീഴ്ത്തി. പക്ഷേ ഇതൊന്നും ചോദിക്കാൻ മയിൽക്കാവിൽ ആരും വന്നില്ല. ഒരു കൂസലുമില്ലാതെ അവർ വെട്ടിയ മരങ്ങൾ മയിൽക്കാവിൻ്റെ മണ്ണിൽ ഓരോന്നായി വീണു. മരങ്ങളൊക്കെ വെട്ടി ആവേശം കൊണ്ട കോൺട്രാക്ടർക്ക് ഒരു മോഹം. അവിടെ നിന്നിരുന്ന വലിയ ആൾ കൂടി വെട്ടണമെന്ന്. പക്ഷേ അത് കൊച്ചുണ്ണിയാണെന്ന് അവർക്കറിയില്ലല്ലോ. കൊച്ചുണ്ണിയോ? അതേടോ, കൊച്ചുണ്ണിയുടെ അടിയിൽ ചെന്ന് നിന്നാളെ കള്ളം പറയാൻ പറ്റില്ല. രാജേട്ടാ, എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കുക. അപ്പൊ ഈ തള്ളലങ്ങ് നിൽക്കല്ലോ. ഏത് താൻ കോൺട്രാക്ടർ അല്ലേ? കോൺട്രാക്ടർ മഴ വെട്ടാമെന്നാണോ? അത് അത് നടക്കില്ല. ആൾക്കാരോട് പറഞ്ഞ് ഞങ്ങൾ മടുത്തു, അറിയോ? ഒന്ന് പോയേട്ടാ. ചേട്ടൻ എന്തിനാ ചൂടാവണേ? ചുമ്മാ തടിയല്ല നിൽക്കുന്നേ. 10-20 കസറുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കടയൊക്കെ നമുക്ക് നന്നാക്കണ്ടേ? നന്നാകും. എടോ, താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ മയിൽക്കാവിലെ ഈ കൊച്ചുണ്ണിനെ വെട്ടാൻ സമ്മതിക്കില്ല. വേറെ ഏത് മരം വെട്ടിയാലും മയിൽക്കാവുകാർക്കൊന്നുമില്ല. പക്ഷേ കൊച്ചുണ്ണിയുടെ കാര്യത്തിൽ അത് അങ്ങനല്ല. മയിൽക്കാവിന്റെ കാവൽ നായകനാണ് കൊച്ചുണ്ണി. ആ, എന്തൊക്കെയുണ്ട് തൻ്റെ കാര്യമാണ്? ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അപേക്ഷ എഴുതി കൊടുത്താൽ മതി. പോയിച്ച് വരാന്നോ? എനിക്ക് 2-3 പരിപാടികളൊക്കെ ഉണ്ട്. വന്നിട്ട് കാണാം. ഇവിടെ വെച്ച കവറന്തി കർത്താവേ, എന്റെ ഗുണ്ട്. ഏതവനാണോ എടുത്തോണ്ട് പോയേക്കണത്? എടാ, നീ അമ്പലത്തിൽ ചോറ് കഴിക്കാൻ പറ്റണ്ട? ഞാനെങ്ങുമില്ല, അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചില്ലെങ്കിൽ അതിന് കിട്ടും. എന്നാ ഞാൻ അഖിലിന്റെ വിശാലിന്റെ ഒപ്പം പൊക്കോളാം. പറഞ്ഞ പോലെ അവന്മാരവിടെ വേറെ എങ്ങോട്ട് പോകാൻ? ആ തോട്ടി കാണും. എന്താണ് ഇത്ര തിടുക്കം അമ്പലത്തിൽ പോകാൻ വേണ്ടി? സാറാമ ഉണ്ടാവില്ല അവിടെ? അമ്പലത്തിൽ സാറാമല്ല, സാമ്പാർ ഉണ്ടാവും. പോയടന്ന്
എടാ അതെ, ഞാൻ ഇന്നലെ ഒരു പെണ്ണിനെ കണ്ട്. നമ്മളെക്കാളും പ്രായമുള്ളൊരു പെണ്ണിനെ നോക്കണേല് വല്ല കുഴപ്പമുണ്ടാ? അതിനെന്താടാ, നീ നോക്കിക്കോ, പ്രായമൊക്കെ ആര് നോക്കണ്. എടാ അപ്പൊ 28 വയസ്സൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? ഇത് പോയടാ. എടാ നിങ്ങളറിഞ്ഞോ, സുജിത്ത് 8ാം ക്ലാസ് പാസ്സായി. ആഹാ കൊള്ളാല. ഓ വലിയ കാര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, ലഡൊന്നും കിട്ടില്ല. എന്താണ് അമ്പാടി, സ്കൂളിൽ നിന്ന് പുറത്താക്കി കേട്ടല്ല, എന്താണ്? എന്ത് പറയാൻ, പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞേനെ വീട്ടിൽ വിളിച്ച് പരാതി പറഞ്ഞെന്നും പറഞ്ഞ് മാർക്കോസ് സാറിന്റെ ചോറ്റും പാത്രത്തിൽ തവളയെ പിടിച്ചിട്ടവനാണ് ഇവൻ. അത് ഏത് സുശീല ചേച്ചിയുടെ വീട്ടിന്റെ ബാക്കിലെ തോട്ടിലുള്ള എന്നിട്ടെന്താ അവൻ ചോറ്റും പാത്രം തുറന്നു കുറ്റം മാത്രമേ മാർക്കോസ് സാറ് ചെയ്തുള്ളൂ. അന്നോട്ടെ പുള്ളിക്കാരൻ മാർക്കോസായി. അലവലാതി മാക്രിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചേക്കണാണ്. പോയി ചാരടാ. ഒന്ന് പോയടൊന്ന്. എടാ നോക്കി, എടാ ഷഡ്ഡിയല്ല വെള്ളം. പത്ത് ഉലുവയല്ല 10,000 രൂപയാ പൊതുച്ചോർ ഫണ്ട് എന്ന് പറഞ്ഞ നാട്ടുകാരെ നിന്ന് കളക്ട് ചെയ്ത്. നീ ഗുണ്ട് മേടിക്കാൻ എന്ന് പറഞ്ഞ് അത് കൊണ്ട് പോയതാ. സത്യം പറ, നീ അത് മുക്കിയതല്ലേ? എന്റെ പൊന്ന് സാബുച്ചേട്ടൻ തോന്നണ്ട ഈ വിനീഷ് മയിൽക്കാവ് അങ്ങനെ ചെയ്യുമെന്ന്. ചെയ്യും, നമ്മുടെ പാർട്ടിക്കാരല്ലേ, ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല. അതെന്താ സാബുച്ചേട്ടൻ എന്താ നമ്മുടെ പാർട്ടിക്കാരനല്ലേ? ഇറങ്ങിപ്പോടാ. ഓ ഇന്നെ ഇയാൾ ഇറങ്ങി പോകാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി പോകാൻ പോകാൻ. വിനീഷേ, നീ ആ ഗുണ്ട് മര്യാദയ്ക്ക് കണ്ടെടുത്തോ, ഇല്ലെങ്കിൽ പാർട്ടിക്ക് കാര്യത്തിൽ ഇടപെടേണ്ടി വരും. ഓ എനിക്കറിയാം, ഞാൻ കാരണം പാർട്ടി വിനീഷേ, പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോട്? പോണം. എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, അവളെ എന്തെങ്കിലുമൊക്കെ നിന്നെ തിരിഞ്ഞു നോക്കും. നീ എത്ര പേരോട് പറഞ്ഞ ഡയലോഗാടാ, ഒന്ന് പോയടാ. ഞാനാണെങ്കിൽ എത്ര ആവശ്യമായിട്ട് അവളുടെ പുറകെ കിടക്കണ്, അവള് പറയാനായിട്ടൊരു ചാൻസ് പോലും ഇല്ല. എടാ നീ ഹോപ്പ് കളയല്ലേ. അല്ലെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനൊരു യോഗം വേണ്ടേ? വിഷിക്കുന്നല്ലേ ചിക്കൻ ബിരിയാണി. ചേട്ടാ സൈക്കിൾ പോകുമ്പോണ്ടാ. എടാ കുട്ടാമണി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ചേട്ടാ കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും, പോവാനുള്ളതാണെങ്കിൽ പോവും. ചേട്ടാ സൈക്കിൾ പമ്പ് ഉണ്ടോ? ചേട്ടോയ്, എടാ ചേട്ടാ. അവള് കൊച്ചുണ്ണിയുടെ അടുത്തൂടെ ആട്ടാ പോണേ, സത്യം പുറത്ത് വരും. പോയടാ, അതൊക്കെ ചുമ്മാ പറയണതാ. നോക്കടാ, എടാ ചെറുക്ക നോക്കടാ. ചേച്ചി സൈക്കിൾ പമ്പ് ഉണ്ടാ? ഈ ചെറുക്ക പിന്നെടാ. എടാ അവള് ഇങ്ങോട്ട് നോക്കുന്നടാ. അവള് നിന്നെ നോക്കി ചിരിച്ചറിയാ. ഞാൻ പറഞ്ഞില്ല അവള് നോക്കുവന്ന്. നമ്മുടെ കൊച്ചുണ്ണൊരു സംഭവം തന്നെ, ശരിയാട്ടാ. കൊച്ചുണ്ണി നീ സൂപ്പറാടാ. എടാ തുള്ളട കുട്ടമണി.
നീ ഞങ്ങൾക്കെല്ലാം നീ പ്രതീക്ഷയാണിന്നും നിൽക്കണേ നീയെന്നും നിൽക്കണേ നീയെന്നും നിൽക്കണേ ഞങ്ങൾക്കു കാവലായി നിൽക്കണേ എടാ ഐശ്വര്യമാണ് ഐശ്വര്യം. എന്റെ ഗുണ്ടിന്റെ ശബ്ദം. എന്റെ ഗുണ്ട് ഇവിടെ നാളെ സൗണ്ട് കേട്ടേ ഇമാരെ എവിടെയിട്ടാണ് ഈ പൊട്ടിക്കണാവും ശാന്തന്മാരി. വേണോട്ടാ. എന്താണ് പരിപാടി? എന്താണ് ചേട്ടാ അറിഞ്ഞില്ലേ സൂറ്റ് 8ാം ക്ലാസ് പാസ്സായി. ആരുടെ കൂട്ടി വന്ന്? അമ്പാടി എന്നാണ്. നല്ല സൗണ്ട് ഉണ്ടല്ലേ? നീയൊക്കെ എന്റെ ഗുണ്ട് മോഷ്ടിക്കോലടാ പന്നി. ചേട്ടാ ഒരു ഗുണ്ട് ചേട്ടാ സുജിത്തിന്റെ കുടുക്കൊട്ടിച്ചെടുത്ത കാശാണ് 10,000 രൂപ. ഇങ്ങോട്ട് ചെലക്കണ് എന്റെ കൊച്ചുണ്ണി. ഇനി പറയണ സത്യം. എന്റെ കൂട്ടുക്ക ഞാനൊരു ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. അവന്റെ കൂട്ടുക്ക കൊച്ചുണ്ണിയുടെ അടിയിലേക്ക് വിനീഷ് തള്ളിയിട്ടതും അമ്പാടിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ പോലെ എല്ലാവർക്കും തോന്നി. അവനാണ് ഗുണ്ട് മോഷ്ടിച്ചതെന്ന സത്യം മറച്ചു വെക്കാൻ നോക്കിയിട്ടും അവനെ കൊണ്ടത് പറ്റിയില്ല. തലയിലുള്ള സകല കിളികളും ചിറകടിച്ചു പോകുന്ന ശബ്ദം അവന് നല്ല പോലെ കേൾക്കാമായിരുന്നു. കൊച്ചുണ്ണിയെ പറ്റി നാട്ടുകാർ പറഞ്ഞതൊക്കെ അവന്റെ മനസ്സിലൂടെ കാറ്റടിച്ച പോലെ പോയി. കൊടും കാറ്റ്. അവസാനം അമ്പാടി സത്യം പറഞ്ഞു. ചേട്ടാ
ഞാനെടുത്തത്. ഗുണ്ട്. എടാ പൊന്നെ, അപ്പൊ നീയാണല്ലോ മോഷ്ടിച്ചത്. പഠിച്ചു നടക്കണ സമയത്തേ പഠിച്ചു നടക്കണം, അല്ലാണ്ട് കക്കല്ലേ വേണ്ടത്. കേട്ടോ? അവനൊക്കെ ഇരിക്കട്ട് ഉണ്ടാക്കാൻ വന്നേക്കട്ടെ. കാര്യം തീർന്നപ്പോ തേഞ്ഞു വന്നിട്ടുണ്ട്. എടാ വിനീഷ് പോയാ? എടാ അമ്പാടി, ടാ. എടാ അമ്പാടിനെ കണ്ടിട്ട് കുറെ നാളായല്ല. എവിടവൻ? എനിക്കറിയാൻ പാടില്ല. അന്ന് ആ വിനീഷ് വന്നിട്ട് ഷോ കാണിച്ചിട്ടല്ലേ, അവന് നല്ല വിഷമമായി കാണും. എന്തു ഷോ? അവൻ പോയി ഗുണ്ട് മോഷ്ടിക്കുമെന്ന് നമ്മൾ വിചാരിച്ച? ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പാവം, എവിടെയെങ്കിലും വിഷമിച്ചിരിപ്പുണ്ടാവും ഇപ്പൊ. സ്വപ്നത്തിൽ മറക്കാതെ കാണുന്ന ഭൂമിയിൽ വന്നൊരു മാലാക, ഒരു റോസാപ്പൂ പോലെ പുഴ പോലെ ഒഴുകുന്ന അഴകായ മുഖം ഞാൻ കാണുന്നേ. ലാ 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 ലാ. എടി എന്താ? സാറാമേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളായി പറയാൻ വേണ്ടി നിൽക്കണം. നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നിന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ഞാൻ എപ്പോഴും കവലയിൽ നിൽക്കാറുണ്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട്. തനിക്ക് നാണോല്ലേടോ? തന്നെ ആയാലും ഇഷ്ടപ്പെടുവോ? തന്നോടായാലും മിണ്ടുവോ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളായിട്ട്. താനൊരു കള്ളന്റെ മോനല്ലേ? തെണ്ടി തിരിഞ്ഞങ്ങ് നടന്നോളും. നീ എവിടെ പോണേണ്? നീ പൊക്കെ, നീ ഒന്നും ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ടോ? നീ പൊക്കെ പോ, കേറണ്ട. നീ ഇങ്ങോട്ട് എന്താണ് കേറണ്ടെന്നല്ലേ പറഞ്ഞത്? നാടിനും വീടിനും ഗുണമില്ലാത്ത നീ ഒന്ന് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കണ. നീ ഒന്നും ഇവിടെ കേറണ്ട. കള്ളനടുത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കണ്. ഇങ്ങോട്ട് കേറണ്ട. നീ നിന്റെ അച്ഛനെ പോലെ ആവടാ. നീ കള്ളനാവ്. നാട്ടുകാരുടെ മുമ്പിൽ നീ കള്ളനാവടാ. നീ കള്ളനാവ്. എനിക്ക് നിന്നെ വേണ്ട. അച്ഛനും മോനോട് എന്നെ കൊല്ലേ. നിന്നെ ഇവിടെ വേണ്ട. പൊക്കെ. ഗുണ്ട് മോഷ്ടിച്ച കാര്യം വിനീഷ് അമ്മയോട് പറയൂന്ന് അമ്പാടി വിചാരിച്ചതേയില്ല. മുമ്പ് നടത്തിയിട്ടുള്ള കൊച്ചു മോഷണങ്ങൾ പലതും അവന്റെ അമ്മ അറിഞ്ഞിട്ടുമില്ല. പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമാകുമോ എന്ന് അമ്പാടിയോ കൂട്ടുകാരോ വിചാരിക്കാത്ത സമയത്താണ് മയിൽക്കാവിൽ മറ്റൊരു പ്രശ്നം.
ആ സാബു ചേട്ടാ, എന്താ പ്രശ്നം എന്താണ്? ആ വിനീഷേ, ഇവിടെ മോഷണാണ്. വലിയ മോഷണം. എവിടാ? ദേ ഈ വീട്ടില്. എന്താ പോയേ? വിനീഷേ, നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഒന്നില്ലെങ്കിൽ നീ വളർന്നു വരുന്നൊരു നേതാവല്ലേ. മൈൽക്കാവിൽ ഈ മോഷണം നടന്നിട്ട് എത്ര ദിവസമായി? ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ മൈൽക്കാവിൽ ഇങ്ങനത്തെ ഒന്നും വെച്ച് ഉറപ്പിക്കാത്തത്. ആരാണെങ്കിലും അവനെ പിടിച്ചു കെട്ടി നമ്മളെ കൊച്ചുണ്ണിയുടെ അവിടെ കൊണ്ട് നിർത്തി ഇതിന്റെ ഒരു സത്യം തെളിയിക്കണം. നീ വിചാരിച്ചാൽ അത് നടക്കും. ആരും പേടിക്കണ്ട, അവൻ പിടിച്ചോളും. അവനെ എന്റെ ശിഷ്യനാ. അങ്ങനെ മയിൽക്കാവിലെ ആ വലിയ മോഷണം നടത്തിയതാരാണെന്ന് ഒരെത്തും പിടിയും കിട്ടാതെ മയിൽക്കാവുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞു. അമ്പാടി എന്തുകൊണ്ടാണ് കൂടാത്തതെന്ന് ആലോചിച്ച് ദേ ഈ ത്രിമൂർത്തികളും കുത്തിയിരിപ്പായി. നാട്ടുകാരായിട്ട് ഏൽപ്പിച്ച പണി 8ന്റെ പണിയാണെന്ന തിരിച്ചറിവോടെ വിനീഷും കുത്തിയിരുന്നു. ഇതിന്നും തൂറു. ചേട്ടാ. ചേട്ടനാ? അപ്പാപ്പൻ കാര്യം പറഞ്ഞേ എന്താണ്? എന്റെ പേര് ബോസ്. ഞാൻ ഈ മരങ്ങൾ വെട്ടാനായിട്ടേ 2 ദിവസമായി ഇവിടെ വന്ന് നിക്കണത്. ചേട്ടൻ പാർട്ടിക്കാരനല്ലേ? അതെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അന്ന് ആ സുശീലയുടെ മാല പൊട്ടിച്ച കള്ളനില്ലേ, അവനെ എനിക്കറിയാന്ന്. ആരാണ്? തന്റെ ബന്ധുവാണ്? അതല്ലെന്ന്. പിന്നെ അന്ന് രാത്രി ഞാൻ അവനെ കണ്ടതാണ്. ആ ഒരു രാത്രി, അതായത് ഈ പറഞ്ഞ സുശീല ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള പറമ്പില്ലേ, അവിടെ ഞാൻ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ അവൻ മുണ്ടും കുത്തി മതിലും ചാടി സുശീല ചേച്ചിയുടെ താലി അടിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടതാണ്. രാത്രി 4 അവിടെ പോയി മരം വെട്ടണം. പറയാൻ പോയി. അല്ലെങ്കിൽ അത് വിടും. എനിക്ക് ആളെ കട തിരിച്ചറിയും. അതറിയാം. അപ്പോഴുണ്ട്. എന്നാലും ചേട്ടൻ ഇന്നലെ രാത്രി അങ്ങാട് പോകുന്നത് മനസ്സിലാവുന്നുണ്ട്. നിനക്കിത് എന്താന്നറിയോ? ഇത് കാക്കേനും പൂച്ചേനൊക്കെ എറിഞ്ഞു വീഴ്ത്തുന്ന സാധനം. കാക്കേ? എടാ, ഇത് മാങ്ങ എറിഞ്ഞു വീഴ്ത്തുന്ന സാധനമാണ്. 1 കിലോ മാങ്ങയൊക്കെ ഇത് ചെറിഞ്ഞു വീഴ്ത്താൻ പറ്റും. ചേട്ടാ, നമ്മൾ അമ്മാവിന്റെ വീട്ടിൽ വലിയൊരു മാവില്ലേ, നമുക്ക് അതിൽ നിന്ന് 1 കൊല്ലം മാങ്ങ അങ്ങ് വീഴ്ത്തിയാലോ? ആ ശരിയാടോ, വാ. എടാ അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. അയ്യോ സോറി. അമ്മാവാ. തേങ്ങ പൊതിക്കാ? അല്ലടാ, നിന്റെയൊക്കെ തലപൊതിക്കുക. മാവന്തിയേ? മാവൊക്കെ വെട്ടി. അയ്യോ, ഞങ്ങള് മാങ്ങ പറിക്കാൻ വന്നതാ. നിങ്ങൾക്കൊക്കെ വേണ്ടി മാങ്ങ പറിക്കാൻ മാവ് വെച്ചോക്കല്ലേ, ഞാനിതങ്ങ് വെട്ടി. എന്നാലും നമ്മളോട് ഈ ചതി വേണ്ട. അത് തന്നെ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. വെട്ടിയാ എനിക്ക് കുറച്ച് കാശ് കിട്ടും. എന്നാലും അമ്മാവൻ എന്നാ പണിയാ കാണിച്ചേ? ഞങ്ങള് മാവ് എറിയാൻ കവണ വരെ കൊണ്ടുവന്നു. ഷിജു, അറിഞ്ഞോ കാര്യം? എന്താ ചേച്ചി? സുശീലയുടെ മാല പൊട്ടിച്ചോണ്ട് പോയ കള്ളനെ ഇന്ന് പിടിക്കും. ആണോ? ഞാനേ അങ്ങോട്ട് പോകാൻ നിൽക്കുക. വാ പിള്ളാരെ. വാടാ മക്കളെ, വാ വാ വാ, വേഗം വാ, നമുക്ക് വേഗം പോവാം. നിനക്കറിയില്ലേ, ഇത് LP സ്കൂളിലെ ഡ്രോയിങ് ഭാഷ. കള്ളന്റെ രേഖാചിത്രം വരയ്ക്കാൻ വന്ന മയിൽക്കാവ് വലിയ അതെ, ഇങ്ങോട്ട് നോക്കി ഇത്ര മതി. അതന്നെ അവിടെ കുറച്ച്
കണ്ണിത്തിരി വലുതാണ് വലുതായിട്ട് ഇച്ചിരി ഈ താഴേക്ക് ഇത്തിരി കട്ടി മീശയാണോ? ഇത്തിരി നിറച്ചിട്ട് കട്ടി പറഞ്ഞിട്ടാ നമ്മുടെ ബിനീഷ് കൊണ്ടുവന്നതാ. ബിനീഷിന്റെ ഒരു ബുദ്ധിയെ ഇങ്ങനെ ഓരോന്നായിട്ട് പറ, എന്നാലേ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവസാനം വരുമ്പോഴേ വരച്ചു കഴിയുമ്പോൾ നീയായിട്ട് വരും. അവന്റെ ഫോട്ടോ കിട്ടണം. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കാൻ പാടില്ല. എന്താണെങ്കിലും സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റും. ആരെന്ന് അറിയണമല്ലോ. കോൺസെൻട്രേഷൻ പോണു. ചേട്ടാ അതെ, നിറം എന്ന് വെച്ചാൽ നിറം ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ നിറം പറയണം? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമല്ലേ? അപ്പട്ട കിട്ടുന്നവനാണോ അത്? സോറി. എടാ ജിഷ്ണു, എടാ വിശാല്, വേടാ അമ്പാടി. വേണ്ട മോനെ, സുഖീർണ വരക്കണ കണ്ടിട്ട് ഇത് ഇവൻ തന്നെയാണല്ലോ. ഇവൻ തന്നെയാണ്. ഇനി വരക്കണ്ട. ഓ എന്ത് ഷോ ആടാ, ഒരു മൈൻഡ് പോലും ഇല്ല. ശരിയാട്ടാ, അവനാ എനിക്കൊന്നില്ല, എനിക്ക് വിഷമായി. കഴുത്തിൻ്റെ അങ്ങോട്ട് അയ്യോ, ഇത് ഒരു കൊളക്കോടിയുടെ പോലെ. അതല്ല, അത്രയൊന്നും വേണ്ട. അത് തന്നെ. രേഖാചിത്രം റെഡി. ഓക്കെ, കറക്റ്റ്. അല്ല, അപ്പൊ കളറ് കൊടുക്കണ്ടേ? നോക്കിക്കേ, ഇപ്പൊ അറിയാ ആരാണെന്നുള്ളത്. കണ്ടോ, ഈ ചേട്ടൻ തന്നെയാണ് ആ ചേട്ടൻ. ഇട്ടപ്പേ, ഇത് നമ്മുടെ തങ്കമണിയുടെ മോനല്ലേ? ഇവൻ ആരാണെങ്കിലും കൊച്ചെണ്ണ എടുത്ത് കൊണ്ടുപോയാൽ മതി. ആളിപ്പോ തടിച്ചു കൊടുത്തല്ലോ. അമ്പാടി, ഇതാര്? നിന്റെ അച്ഛനാ? ശരിയാലേ, കട്ടൊക്കെ ഉണ്ടല്ലേ? ചമ്മ നിക്കണോ എന്റെ വിശാലേ? എനിക്കും തോന്നി. വിനീഷേ, ഇത് ഇവന്റെ അച്ഛൻ തന്നെയാണല്ലോ. വിനീഷേ, ഇത് അവൻ തന്നെ. ശരിയാണല്ലേ, ഇവന്റെ അച്ഛനെ പോലെ തന്നെ. അയാളെ ഞങ്ങൾ ഇന്ന് പൂട്ടും. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാ. അവൻ ഈ നാട്ടില്, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. ഇതെന്താണ് ഈ നാട്ടിൽ ചോദിക്കാൻ പറയാൻ ആരും ഇല്ല. അവന്റെ മോൻ പിടിച്ച് ഉയർത്തിക്കേ, എല്ലാരും കാണട്ടെ അങ്ങോട്ട്. നീ കളിക്കാൻ നിൽക്കല്ലേ? ഇവിടെ ചോദിക്കാനും പറയാനും പാർട്ടിയും ആൾക്കാരും ഉണ്ട്. ഇവിടെ നീ കളിക്കല്ലേ? നാണം കെട്ടവന്റെ നിപ്പ് കണ്ടില്ലേ? ആ നിക്കണാടാ കള്ളൻ. കൊച്ചുണ്ണി ഉള്ളതുകൊണ്ട് ഇവന്റെ ഒക്കെ കള്ളി വെളിച്ചത്തായി. കൊച്ചുണ്ണി നമ്മുടെ നാടിന്റെ ഐശ്വര്യമായിട്ട് നിൽക്കുന്നോണ്ടാ. അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇമാതിരി കള്ളത്തിനും ഏതെങ്കിലും രീതി തെളിയിക്കാൻ പറ്റുമോ? ഇവന്മാരെയൊക്കെ താങ്ങി പിടിച്ചോണ്ട് നടക്കുന്നവന്മാരൊക്കെ അവരും ഈ നാട്ടിൽ നിന്ന് പുറത്താവും.
എടാ അമ്പാടി, എടാ മോനെ, എടാ മോനെ, നിന്റെ അച്ഛൻ ഇന്നലെ ഏതൊരു പെണ്ണുമ്പിളുടെ വീട്ടിൽ കയറി നിറഞ്ഞാടാ മാല മോഷ്ടിക്കാനായിട്ട്. മാല മോഷ്ടിക്കാൻ തന്നെയാണാടാ കയറിയത്. നീ ചെല്ല്, വീട്ടിൽ പോ. നിന്റെ അച്ഛനോ വീട്ടിൽ കയറാറില്ല, നീയെങ്കിലും പോയി നിന്റെ തള്ളക്ക് കൂട്ടിയടാ കാഴ പറഞ്ഞ പോലെ. പോടാ പോ. നീ ആട്ടില്ലടാ, എണിച്ചു പോടാ പന്നി. എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ? എടാ നിനക്ക് എന്നോട് ഇത് മാത്രമേ പറയാനുള്ളൂ കുട്ടമണി? പിന്നെ വാച്ചും ബസും പെണ്ണും പോയനോട് പിന്നെ എന്ത് പിണ്ണാക്ക് പറയാനാ? അത് പിന്നെ ഞാനൊന്ന് കുളിക്കാൻ പോയപ്പോ അമ്പാടി ആ തന്തയില്ലാത്തവൻ എന്റെ സാധനം അടിച്ചുകൊണ്ട് പോകുന്ന ആരെങ്കിലും പറഞ്ഞു. അപ്പൊ പെണ്ണോ? അത് അമ്പാടി കൊണ്ടോയാ? എന്റെ ചേട്ടത്ത് എന്താണ് ഈ പറയണത്? ഇതിങ്ങനൊന്നല്ല. എന്നാൽ നിങ്ങളിതൊരു മണ്ടൂസാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ച ഇഷ്ടമെന്ന് വിചാരിക്കാ. എന്തോന്നത്? നിങ്ങള് 32 പല്ലും കാണിച്ച് ചിരിച്ചപ്പോൾ ഞാനും തിരിച്ച് ചിരിച്ച്. ഇനിയിപ്പോ വിശ്വാസം ആയില്ലെങ്കിതാ കൊച്ചുണ്ണിയുടെ അടിയിൽ വെച്ച് ഞാൻ സത്യടാ. എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒന്നും ഇല്ല. കൊച്ചുണ്ണിയാണ് സത്യം. ഇനി കൊച്ചുണ്ണിനെ പറ. പിന്നല്ലാണ്ട് എടാ കൊച്ചുണ്ണി പറഞ്ഞ സത്യം പുറത്തൊന്നില്ലേ? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടുത്തെ വിഷയം പെണ്ണാണ് അല്ല. നിന്റെ പേഴ്സും വാച്ച് വന്ന് ആരെടുത്തോണ്ട് പോയി? നിനക്കത് വേണ? എന്റെ പെണ്ണാണോ എനിക്ക് വിഷയം? അവന്റെ തന്തയോ നാട് വിട്ടു പോയി. അവൻ നാട് വിട്ട് പോണതിന് നിനക്ക് വേണമെങ്കിൽ നിന്റെ സാധനങ്ങൾ പോയി എടുക്ക്. ഞാൻ വെറുതെ പറയല്ലേട്ടോ, നിങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ കുത്തിക്ക് ഇരിക്കണേ. ഞാൻ കുറെ നാളെ സഹിക്കാൻ തുടങ്ങിയിട്ട്. കൊല്ലുന്ന് പറഞ്ഞാൽ കൊല്ലും. ആ നീ എവിടെയെങ്കിലും പോയി തൊലയടാ. നീ പൊക്കിയോ, നീ എവിടെയെങ്കിലും പൊക്കിയോ. നീ എവിടെയെങ്കിലും പോയി തൊലയടാ. നിന്നെയൊക്കെ ആരന്വേഷിക്കാനാ? എന്നാൽ ഈ നാട്ടുകാർ പറഞ്ഞ പോലെ ഈ കൊച്ചുണ്ണി കാരനാണോ ആ കള്ളൻ സത്യമൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഉള്ളതാണോ? ഒന്ന് പോ സാറേ. സാറ് അന്ന് കണ്ടതല്ലേ, അന്ന് ആ കള്ളനെ മരത്തിൽ കെട്ടിട്ടിട്ട് സത്യം മണിമണി പോലെ പറയണത്. അത് പിന്നെ ഇത്രയും നാട്ടായിട്ട് വെച്ച് കെട്ടിയിട്ടിട്ട് സത്യം പറയാൻ പറഞ്ഞ ആരാണെങ്കിലും സത്യം പറഞ്ഞു പോകും. ഇതൊക്കെ ഒരു മരം വെട്ടാതിരിക്കാനുള്ള നമ്പറാ. എന്റെ സാറേ, ആ മരം സത്യമുള്ള മരോ സാറിന് പറഞ്ഞിട്ട് മനസ്സിലാകാഞ്ഞിട്ടാ. ദാ കണ്ടില്ലേ ആ ബോർഡ് കണ്ടില്ലേ? ആ ബോർഡിലേക്ക് എഴുതിയേക്കണെന്ന് നോക്കിയേ, നാട്ടുകാരെ കള്ളന്മാരിൽ നിന്നും രക്ഷിച്ച കൊച്ചുണ്ണിക്ക് ആദരം. സാറേ ഞാൻ പറഞ്ഞില്ലേ ഈ മരം ഒരു സംഭവമാണ്. അതൊക്കെ ശരി, പക്ഷെ പോസ്റ്റർ അടിച്ചവന്റെ ബുദ്ധി അപാരം തന്നെ. തീയതിയും സമയമൊന്നും എഴുതിയിട്ടില്ല. നോക്ക്, ഇതൊന്നും ഇല്ലാണ്ടാണ് യുവമാർ ആദരിക്കാൻ പോണേ. കൊള്ളാം. വിനീഷ് ഒരു ആവേശത്തിന് കയറി അങ്ങ് പോസ്റ്റർ അടിച്ചു പോയി. പോസ്റ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അവനോട് ചോദിക്കുന്നത് ജോൾസിനോട് ചോദിച്ചിട്ടാണോ ഡേറ്റ് തീരുമാനിച്ചത്. അപ്പോൾ പോസ്റ്റർ അടിച്ചും പോയി, പിന്നെ അതിൽ ഡേറ്റ് തിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചോദിച്ചപ്പോൾ അവനത് ഭയങ്കര ചമ്മലായി. അതാണ് അവന് പകരം ഞാനിങ്ങോട്ട് വന്നത്. തീയതി നോക്കാനാണല്ലോ നിങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെ. പോസ്റ്ററിലാണെങ്കിൽ തീയതിയും വെച്ചിട്ടില്ല. അതെ. പിന്നെ എന്തിനാടോ ഡേറ്റ് ഇല്ലാത്ത ആ സാധനം അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? അല്ല, ഡേറ്റ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടുമല്ലോ. കിട്ടുമ്പോൾ അവിടെ കൊണ്ട് എഴുതിക്കോളാം. അതുവരെ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെന്ന്. ആ നോക്കട്ടെ. ഇത് വെച്ചിട്ടും കാര്യമില്ല. ജോത്സരെ ഒന്ന് പെട്ടെന്ന് നോക്കണമായിരുന്നു. എനിക്ക് സമയം കൊണ്ട് വേഗം പോകാനുള്ളതാണ്. നിങ്ങൾ ഡേറ്റ് ഇല്ലാതെ പോസ്റ്റർ വയ്ക്കുന്ന പോലെ അല്ലിത്. അതിന് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. വെറുതെ ഓരോ ഇറങ്ങിക്കോളൂ.
എടാ ഇതാണ് അമ്പാടിയുടെ വീട്. നമുക്ക് അമ്പാടി എടുത്ത് ചോദിച്ചാലാ? അവനിപ്പോ എന്താടാ പറഞ്ഞത്? നീയല്ല ചങ്ക്, നിനക്കറിയില്ലേ? എടാ എന്നും പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലൊന്നും വന്നിട്ടില്ല ഇതുവരെ. അല്ല നിങ്ങക്ക് എങ്ങനെ അറിയാം ഇതാണ് അമ്പാടിയുടെ വീടെന്ന്? ദേ അഖിലിന്റെ അടുത്ത് ചോദിക്കി, അവന് നല്ലോണം അറിയാം. ഒന്നും പറയണ്ട. ഒരു ദിവസം ഞാൻ അമ്പാടി അടുത്ത് സൈക്കിൾ പമ്പ് വെച്ച് വീട്ടിൽ വന്നാൽ തരാന്ന് അവനും പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് വാടക ചോദിച്ചേക്കണം. ആ പമ്പിന് പോയിട്ട് ഒരു കമ്പനി പോലും വാടക എടുത്തില്ലാന്ന് ഞാനും പറഞ്ഞു. അപ്പൊ അതാണ്ട് ആ കിടക്കണ പട്ടി അവനെ അഴിച്ചു വിട്ടേക്കണ്. കവലയിൽ ഞാൻ 2 കിലോമീറ്റർ കിടന്ന് ഓടിയത്. എന്ത് കഷ്ടമാണ്. ഓ കാഞ്ഞുവാത്തത് ഭാഗ്യം. അല്ല പിന്നെ നിനക്കറിയോ ഞാൻ ഉരുളികമത്തി ഉണ്ടായ മോനാ. മുരളി എന്റെ അച്ഛനല്ലേ? എടാ നിങ്ങൾ വന്നേ സമയങ്ങളാ. ഞാനേ കയറി നോക്കട്ടെ. എടാ ആരും ഇല്ലേ? ആ അവൻ നോക്കട്ടെ. ബാടി നോക്കാം. ഇതെടാ തുറന്നടാ. ആരാ? എന്താ? ആന്റി അമ്പാടി ഉണ്ടാവോ? ഞങ്ങള് ഫ്രണ്ട്സാ. അമ്പാടി ഇവിടെ കിടക്കണ. ഇറങ്ങി പോടാ അവിടുന്ന്. ഒന്ന് എണീപ്പിക്കോ? അവന്മാർ അന്വേഷിച്ച് വന്നേക്കണ. പോവാൻ പറഞ്ഞടാ. ഇനിയിപ്പ എന്നെ ഞാന് ആരോട് പോവാൻ പറഞ്ഞു? എന്നോടാണോ നിന്നോടാണോ? അവനകത്തുണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്ക് കയറി നോക്കിയാലാ? കഷ്ടപ്പെട്ടവന്റെ വീട് വരെ പോയിട്ട് ഇപ്പൊ എന്ത് കാര്യമുണ്ട്? നമ്മളിപ്പോ ആരായി? ഞാൻ എപ്പോഴാ പറഞ്ഞല്ലേ? അതിന് ഇയാളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനെല്ലാം പറയുന്നുണ്ട്, നിങ്ങളാരും കേൾക്കാത്തതാണ്. സാബുവേ ഡാ പ്രശ്നമാണല്ലോടാ. എന്ത് പ്രശ്നം? കിട്ടിയ രാശിപ്രകാരം കൊച്ചുണ്ണി ആദരിക്കപ്പെടാൻ യാതൊരു അർഹതയും കാണുന്നില്ല. ആ സാധനം ഈ നാടിന് തന്നെ ആപത്താ. എന്റെ ദൈവമേ, ഇത്രയും കാലം ഈ നാടിന്റെ ഐശ്വര്യമായി കണക്കാക്കിയിരുന്ന് ഇതെങ്ങനെ ശരിയാവോടോ? ഒരു ജോത്സ്യനോട് ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ. ആ അതെ, പ്രശ്നത്തിൽ കണ്ടത് ഞാൻ വിശ്വസിക്കൂ. അത് തന്നെയാ ഞാൻ പറഞ്ഞതും. വിശ്വാസം മാത്രമേ ഉള്ളോ? ഉറപ്പില്ലേ? എന്റെ ജോത്സ്യരെ ഈ ഒഴിഞ്ഞു കിടക്കണ സാക്ക് ഈ കൂലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു. എന്തെങ്കിലും ചെയ്യണ്ടേ ജോത്സ്യരെ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സാധനം എടുത്ത് വെട്ടി മാറ്റിയില്ലെങ്കിൽ ഈ നാടിന് തന്നെ ആപത്താ. പറഞ്ഞില്ലെന്ന് വേണ്ട, പറയുന്നത് കേൾക്കുക. മനസ്സിലായോ? മനസ്സിലായി.
എടാ നമ്മൾ 4 പേര് ഇതുവരെ ഒരുമിച്ചല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? അമ്പാടി ചെയ്തിട്ടുണ്ട്, അതിനുള്ളവനെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും അല്ല. എടാ ഇതിപ്പോ അവൻ മാത്രമില്ലാത്തപ്പോ വല്ലാത്ത പോലെ തോന്നുന്നു. നമുക്ക് അവനോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അവനോടൊന്ന് ചെന്ന് സംസാരിക്കണം, നിനക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാവത്തുള്ളൂ. എടാ ജിഷ്ണു, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നമ്മൾ 4 പേര് എങ്ങനെയായിരുന്നെന്ന് അവനും അറിയാം, നമുക്കും അറിയാം. നമ്മൾ കണ്ട വീട്ടിലൊക്കെ കയറി അന്വേഷിച്ചു, അവൻ്റെ വീട്ടിൽ വരെ പോയി അന്വേഷിച്ച്, എന്നിട്ടും അവന് നമ്മളെ തപ്പി വരാൻ തോന്നിയില്ലല്ലോ. എൻ്റെ അഖില, നീ എന്തൊക്കെയാണ് പറയണത്? നിനക്കൊന്ന് വാടച്ചിരുന്നൂടെ? എടാ അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അമ്പാടിക്ക് ഇപ്പം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ നമ്മളെന്തിനാ അങ്ങോട്ട് പോണത്? വിശാൽ, എടാ നിനക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണ്? വീട്ടിൽ ചെന്നാൽ ഇത് തന്നെ കേൾക്കാം, വെറുതെ മനുഷ്യനെ മുൻകെടുത്താൻ വേണ്ടിയിട്ട്. എടാ നമ്മളിതുവരെ അവനെ കണ്ടിട്ടില്ല, അവനോടൊന്ന് പോയി സംസാരിച്ചിട്ടില്ല ഇതുവരെ. മതിയാക്ക്, അവനോടൊന്ന് പോയി നേരെ സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി സംസാരിച്ചോളാം. ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ. ഈ അണ്ണാന് നേരെ അങ്ങ് കയറിപ്പോയാ പോരെ, ഈ വളഞ്ഞ വഴി എന്നാ പോണ വഴി ശരിയല്ലല്ലോ. എടി കുറച്ച് വെള്ളം കൊണ്ട് തന്നെ. നിങ്ങൾ വന്നാ? നിങ്ങൾ രാത്രി ആ പാർട്ടി ഓഫീസിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ജോൾസിനെ കണ്ടിട്ട് എന്തായി? തീയതി കിട്ടിയാ? എടി ജോത്സ്യൻ കൊച്ചുണ്ണിനെ വെട്ടാനാ പറയുന്നത്. വെട്ടാനാ? ഇതൊരുമാതിരി മറ്റിടത്തെ പണിയായി പോയി. എന്നാ പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ? ജോത്സ്യം പറഞ്ഞ പോലെ ചെയ്യേ, വെട്ടിക്കോ. നിങ്ങൾക്കിത്ര സങ്കടം എന്തിനാ ചേടാ? എന്നെ കൊണ്ട് പറ്റില്ല കൊച്ചുണ്ണിനെ വെട്ടിക്കാൻ. ജോത്സ്യം പറഞ്ഞത് ചെയ്യണ്ടേ? ചെയ്യാതിരുന്ന ദോഷം വരും മനുഷ്യ. എടി നീ എന്താ ഈ പറയുന്നത്? കൊച്ചുണ്ണിനെ വെട്ടാൻ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഇത്രയും കാലം നമ്മുടെ നാടിന്റെ ഐശ്വര്യമായിട്ട് നിലനിന്നല്ലേ കൊച്ചുണ്ണി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാടിന് ദോഷമായിട്ടുള്ള മരം വെട്ടാതെ ആ മരത്തെ നിങ്ങൾ ആദരിക്കാൻ പോണേണോ? നിങ്ങൾ എന്തിനാണ് എന്നോട് തർക്കിക്കണത്? നിങ്ങൾ പോയി ആ പാർട്ടിക്കാരോട് പറഞ്ഞ അതൊന്ന് വെട്ടാനുള്ള തീരുമാനമാക്ക്. എന്തു വന്നാലും ശരി, ഇത് ഞാൻ പാർട്ടിയോട് പറയുന്ന പ്രശ്നമില്ല. കൊച്ചുണ്ണി വെട്ടാൻ ഞാൻ കൂട്ടു നിൽക്കുകയില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാ കാണിക്കുക. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്, അതിന്റെ ഇടയിലാണ് ഒരു മരവും പൊക്കി പിടിച്ചു വന്നേക്കണത്. വഴി കിട്ടി. അച്ഛൻ അമ്മയുടെ അടുത്ത് ആ മരത്തിന്റെ കാര്യം ആരോടും പറയില്ല എന്നാ പറഞ്ഞു. പക്ഷെ അമ്മയുടെ അടുത്ത് പറയണ ഞാൻ കേട്ടല്ലോ. അതുകൊണ്ട് ആ പന്ന മരത്തിനെ വെട്ടിക്കാൻ ഇത് മതി. അമ്പാടി, അതാണ് ഞാൻ പറഞ്ഞില്ലേ. എന്താണ് കൊറേ ആയല്ലോ വിഷ്ണുവിനെ കണ്ടിട്ട്? നിനക്ക് എന്താണ് പറ്റിയത്? നീ ഇങ്ങോട്ട് വരാത്തതല്ലേ? എത്ര പ്രാവശ്യം അന്വേഷണം അറിയൂ? അതിന് നമ്മളൊക്കെ നാട്ടിന് വേണ്ടാത്തവരല്ലേ? നിന്നെ പോലത്തെ നല്ല ആൾക്കാരുടെ മുന്നിലോട്ട് ഞാനൊക്കെ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? നമ്മളൊന്നും ഇല്ലേ? ഞാനൊക്കെ ഇനി നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാ നീയൊക്കെ ചീത്തയാല. നമ്മളൊക്കെ അഴുക്കല്ലേ? അഴുക്കല്ലടാ, അപ്പിയാടാ അപ്പി. എപ്പോഴാടാ നിങ്ങൾ ഞങ്ങളൊക്കെ ആയത്? നമ്മുടെ നാടല്ലേടാ.
അതെ അവന്റെ അച്ഛനെ കെട്ടിയിട്ട നാട്. എടാ ഞങ്ങൾ ആരോടൊക്കെ ചോദിച്ചെന്നറിയാം അമ്പാടി. എടാ നീ ഇത്ര പേരോട്. എത്ര നാളായിട്ട് നാടൻ കളിക്കാ? നീ അവനെ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നും കെട്ടിയിട്ടപ്പോ നീ വരാത്തത്. ഉണ്ടായിരുന്നാ? ഞങ്ങൾ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? എത്ര പോടാ. നീ എന്ത് കൂട്ടുകാരനാ? നീ എന്താണ് എന്താണ് എടാ, നിനക്ക് എന്തിന്റെ കോപം? നിനക്ക് എന്ത് സുഖാ? പന്നി. നിന്നെ ഞാൻ എടുത്തോളാ. വെറുതെ ഒരു കാര്യമില്ലാണ്ട് തല്ലിക്കൊണ്ട് വിടാ. എന്താണ് കൊറേ ആയല്ലോ ഷോറക്കണ്? ആരാടാ നീയൊക്കെ? അവന്റെ നാടാന്ന്. എടാ എന്റെ അച്ഛനെ കെട്ടിട്ട് തല്ലിയിട്ട് നാടാന്ന് പറഞ്ഞ് കിടക്കണം. നീയൊക്കെ വീട്ടിൽ അന്വേഷിച്ചു പോയതേ ഞാൻ അറിഞ്ഞ്. അവിടെയാണെങ്കിൽ ആ തള്ള എനിക്ക് സമാധാനവും തന്നില്ല. അതിൻ്റെ ഇടക്ക് നീയൊക്കെ അന്വേഷിച്ചു പോയിട്ട് പിന്നെ എന്റെ നാടാണ് പോലും. കൊറേ പൊട്ടന്മാരായിട്ടുള്ള നാട്ടുകാരും ഉണ്ട്. അന്റെ അന്വേഷിച്ചു വന്ന് കൂട്ട് കൊറേ നാള് നിന്റെയൊക്കെ ഒപ്പം നടന്നെന്ന് പറഞ്ഞ എങ്ങനെ കൂട്ടുകാരനാടാ അന്റെ നടക്കണവനൊക്കെ? നിങ്ങൾ പറഞ്ഞല്ല ഞാൻ കേട്ടറാ. കൊച്ചുണ്ണി വെട്ട നടക്കണല്ലേ അലവലാദികളെ. അവനെ ഞാൻ എടുത്തോളാം. ജിഷ്ണുവിന് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അമ്പാടിയുടെ അടുത്ത് നിന്ന് ഒരിക്കലും അവൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് അവനന്ന് കേട്ടത്. തൻ്റെ കൂട്ടുകാരനായ അമ്പാടിയെയല്ല അന്ന് അവിടെ കണ്ടതെന്ന് അവന് തോന്നി. വർഷങ്ങളായി മയിൽക്കാവിൻ്റെ കാവലായി നിൽക്കുന്ന കൊച്ചുണ്ണിയെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് നശിപ്പിക്കുമോ എന്ന് അവന് നല്ല പേടിയുണ്ടായിരുന്നു. ഏത് തന്തയില്ലാത്തവനാണ് ഇത് ചെയ്തത്? ഇനി അടുത്തടിക്കണം. എടുത്താ പോരെ? ഒരു കാര്യം ചെയ്യാം, ആ അന്നദാനത്തിന് വേണ്ടി പിടിച്ചേക്കാൻ പൈസയില്ലേ, അതിൻ്റെ അകത്ത് അടുത്തടിക്കാം. ആ സാബു ചേട്ടാ. ഇത് കണ്ട ഏത് നാറികളാണോ കാണിച്ചു വെച്ചേക്കുന്നതൊക്കെ? കോപ്പ് അന്നേ എന്റെ ദൈവമേ, ഇത് ആരടാ ഇങ്ങനെ ചെയ്തത്? ഇനി വേറെ വഴിയൊന്നുമില്ല സാബു ചേട്ടാ, വേറെ പോസ്റ്റർ അടിക്കണം, അതേ നടക്കുള്ളൂ. ഒരു 10-15 അടിച്ചോ, എല്ലാ കവലയിലും വെക്കാല. എന്തേ പോസ്റ്റർ അടിയൊക്കെ അവിടെ നിക്കട്ടെ. ഡാ വിനീഷേ, ആ ജോൾസിയൻ തീയതി കുറിച്ച് തന്നാലല്ലേ നിന്റെ കോപ്പിൽ ആദരിക്കലൊക്കെ നടക്കുള്ളൂ. ഡാ ഈ ആദരിക്കലും പരിപാടികളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ വഴി കൂടി പോണവരും കള്ളന്മാരൊക്കെ ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. സാബു ചേട്ടാ ആ ഡേറ്റ് എടുത്തേ. പറയടോ ഡേറ്റ് പറഞ്ഞു കൊടുക്കാൻ ചോദിക്ക അയാളോട്. അയാള് പറയാനൊന്നും പോണില്ല. ഇയാളെ ആ മുണ്ടും മടക്കി കുത്തി ജോൾസിന്റെ അടുത്ത് കയറി ചെന്നപ്പോ അയാൾ എന്താ പറഞ്ഞെന്ന് ചോദിക്ക്. ഈ പണ്ടാരം വെട്ടാനാണ് പറഞ്ഞത്. ചോദിക്ക അയാളോട്. ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ സാബു ചേട്ടാ? ചമ്മീട്ടാ എടുത്ത് എന്നോടാ ചോദിച്ചാൽ ശരിയാണോ? അതെ വിനീഷേ, എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല. വണ്ടിയിലെ പെട്രോള് തീർന്ന കാരണം എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല. ചേട്ടോ താൻ പറ മരത്തിന്റെ അടിയിൽ ചെന്നിട്ട് അവിടെ പോയിട്ടില്ലാന്നും ജോൾസിനെ കണ്ടിട്ടില്ലാന്നും പെട്രോൾ തീർന്നെന്നൊക്കെ തനിക്ക് പറയാൻ പറ്റുമോ? ഇതിന്റെ അടി നിന്നിട്ട് എന്തടോ എന്ത് ഇയാള് പറയാത്തെ? എന്റെ അച്ഛൻ ഇവിടെ കെട്ടിയിടുമ്പോ ഇയാൾക്ക് ഭയങ്കര ആവേശം വരുന്നല്ല സത്യം പറയിപ്പിക്കാനായിട്ട്. ഇയാള് നിൽക്ക് പറ്റൂലേ തനിക്ക്? ഇയാള് പറ അതിനടിച്ചു നിന്നിട്ട്. ചെല്ല് പോയി തപസ്സിരിക്കും. സാബു ചേട്ടാ എന്നാലും പിന്നല്ലാണ്ട് ഇയാളുടെ മോൻ തന്നെയാണോ എന്നോട് പറഞ്ഞത്? ചേട്ടൻ പറയണ സത്യമാണെന്നേ ഞങ്ങളെല്ലാരും ഒന്ന് അറിയട്ടെ. ആ മരത്തിന്റെ അടിച്ചെന്ന് പറഞ്ഞാലേ ഞങ്ങളെല്ലാരും വിശ്വസിക്കാം.
ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും പുറത്തു പറയില്ല എന്ന് തീരുമാനിച്ച സാബുവിന് അവസാനം അത് പറയേണ്ടി വന്നു. ഉള്ളിലുള്ള കള്ളങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്ന കൊച്ചുണ്ണിയെപ്പറ്റി ഒരു കള്ളം പറയാൻ അയാളെക്കൊണ്ട് പറ്റിയില്ല. താൻ കള്ളനാണെന്ന് തെളിയിച്ച കൊച്ചുണ്ണിയുടെ മുമ്പിൽ അങ്ങനെ ആദ്യമായി അമ്പാടി ഒരു സത്യം പറഞ്ഞു. കൊച്ചുണ്ണിക്ക് നിരക്കാത്ത സത്യം. ജീവനും ശ്വാസമായി മണ്ണിൻ കാവലായി നീ, പറവകൾ സ്നേഹമായി നിന്നിൽ കൂടുകൂട്ടം എങ്ങു പോ നീ. തണലില്ലാതെ ഇടമില്ലാതെ ഒരു മിഥ്യയായി വീഴുന്നു മുന്നിൽ നീ. ഒരു മിഥ്യയായി വീഴുന്നു ജീവനേ. എടാ അമ്പാടി, ആ ജോത്സ്യം പറഞ്ഞ കാര്യം നീ പറയണ്ടായിരുന്നു കേട്ടോ. നീ ചെയ്ത് കുറച്ച് കൂടിപ്പോയി. എടാ കൊച്ചുണ്ണി എന്ന് പറഞ്ഞാൽ മയിൽക്കാവുകാർക്ക് ഒരു അഭിമാനമല്ലടാ. ഇത്രയും കാലത്ത് ഇവിടെ നിൽക്കണമല്ലേ. ഒരു മരത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ കുറേ ഓർമ്മകൾ അതിനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. ആ വൃത്തിയേട്ടന്മാരെ അവിടെ ഇങ്ങനെ നിർത്തണം എന്ന് പറഞ്ഞ് നീയൊക്കെ കിടന്നു നിൽക്കണ്ടായിരുന്നല്ലോ അവിടെ. തൊലിച്ചോണ്ടിരിക്കണ്ടായിരുന്നല്ല. ഇപ്പൊ എന്തായടാ, കുറെ മണ്ടന്മാരായിട്ടുള്ള നാട്ടുകാരും ആമാരൊക്കെ ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ വേറെ പറയും. അതും കേട്ടോണ്ട് ചിരിച്ചോണ്ട് നിൽക്കാൻ വേണ്ടി ഓരോ പൊട്ടന്മാര്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ? ആ മരം വെട്ടുമ്പോഴേ നീയൊക്കെ അവിടെ ഉണ്ടാവുമല്ല 2 മരം. അതിന്റെ തടി കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊടുത്തിട്ട് നിന്റെ അമ്മയുടെ ചോറ് വെച്ച് തരാൻ പറ. ചോറ് തിന്നിട്ടെങ്ങനെ കുറച്ച് ബുദ്ധി വെക്കട്ടെ. ഇവിടെയൊക്കെ ഞാൻ വിചാരിക്കണ നടക്കുള്ളൂ, മനസ്സിലായ? കുറെ പൊട്ടന്മാര് വിചാരിക്കണമെന്ന് നടക്കൂല. ആ സാനെ വെട്ടും. കണ്ടോ നീ? കണ്ടോട്ടാ അമ്പാടി, എല്ലാ പ്രാവശ്യവും കാര്യങ്ങൾ നിനക്കനുസരിച്ച് നടക്കുമെന്നൊരു നിർബന്ധമില്ലാട്ടാ. നിന്റെ ഈ നാറിയ സ്വഭാവം കാരണം നീയും നാറും. ഒന്ന് പോയടാ കോപ്പയൊന്ന്. ഇവിടത്തെ കാര്യം പുറത്തുപോയി പറയാൻ നിന്നോട് ആരോടാ പറഞ്ഞത്? നീ ആരോടാ നടക്കുന്നത്? എന്റെ അടുത്ത് അവന്റെ കളി. ആ ഹലോ, ആരാ? ഹലോ, ഞാനേ ശങ്കരൻ ജോത്സ്യനാ.
എന്താ എന്റെ ജോത്സരെ, ഇനി എന്താ വേണ്ടേ? സാബുട്ടാ, എനിക്ക് കപ്പലണ്ടി സൈഡിൽ വെച്ച് തിന്നണ ശീലമുണ്ടല്ലോ. ഓ, അപ്പോ നമ്മുടെ കൊച്ചുണ്ണിയുടെ കാര്യത്തിലേ ആ കവടി വെച്ചപ്പോ കപ്പലണ്ടി കൂടെ മിക്സ് ആയി പോയി. അപ്പോ നമ്മൾ നോക്കിയത് മൊത്തം അങ്ങോട്ട് തെറ്റിപ്പോയി. എന്താ ഈ പറയണത്? അപ്പൊ നമ്മൾ ഈ നോക്കിയതൊന്നും ശരിയല്ലേ? അല്ല, കൊച്ചുണ്ണിയെ ശരിക്കും ദൈവത്തെ പോലെ ആരാധിക്കണതാ ഇതിൽ പറയണേ. അതെയോ? അതെ. ആഹാ, അപ്പൊ കൊച്ചുണ്ണിയെ ശരിക്കും വെട്ടേണ്ട ആവശ്യമില്ലല്ലേ? ഇല്ല. അപ്പോ അതിന് പറ്റിയൊരു സമയം കൂടി ഞാൻ കുറിച്ചിട്ടുണ്ട്. ഈ മാസം 18-ാം തീയതി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തില് ആ ചടങ്ങ് അങ്ങോട്ട് നടത്തുക. എന്താ, ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ല. 18-ാം തീയതി അല്ലേ? ചെയ്തിരിക്കും. ഓ, വളരെ സന്തോഷം. എടാ അമ്പാടി, വിനീഷേ, എന്താണോ? എടാ ജോത്സ്യം ചതിച്ചടാ. ആ പുള്ളി എന്തൊക്കെയൊക്കെ പറയണ്ടേ. ആ മറ്റേ ജാതകം ചെരിഞ്ഞു പോയെന്നോ ഡേറ്റ് മാറിപ്പോയെന്നോ എനിക്ക് അറിയില്ലടാ. എടാ ആ മരം എന്തോ മാങ്ങയെ പോലെ ആരാധിക്കണെന്നോ ദേവതയെ പോലെ ആരാധിക്കണെന്നോ അങ്ങനെ പറയണോ. എന്റെ അച്ഛനാണെങ്കി എന്നെ അറിഞ്ഞ പൊറഞ്ഞ തല്ലിടാത്. എടാ നമ്മളെ എന്തൊക്കെ നടന്നാടാ. ആ മീൻ വാട്ടി കിട്ടിയുള്ളൂ. മരമേ ആൽമരമേ വീഴുമോ വീഴുമോ നീ വാഴുമോ വാഴുമോ താനനാനാനാ. അടിപൊളി. ആഴത്തിൽ പോകുമാ വേരുതൻ മുന്നിലായി കുമ്പിടുന്നു ഞങ്ങൾ കുമ്പിടുന്നു. വഴികളുടൻ തേടും നമ്മളുടെ കൂടെ നിൽക്കും ഒരു മരതരു സോദരന്. വീഴില്ല ഇനി മാറില്ല ഇനി കൊച്ചുണ്ണി എന്നും കാവലായി. വീഴില്ല ഇനി മാറില്ല ഇനി കൊച്ചുണ്ണി എന്നും കാവലായി. ഇന്നാലിവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇന്നാലിവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? ഓർക്കുമ്പോ തന്നെ ചെവി കൂടെ മറ്റേ സാധനം പോവാ. മറ്റേ സാധനം കുളിര്. എടാ ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴാ നമ്മുടെ അമ്പലത്തിലെ ആൽമരല്ലേ
എന്തായാലും ഇതുവരെ വെട്ടാത്ത? പക്ഷെ എല്ലാവർക്കും കൊച്ചുണ്ണീനെ വെട്ടണം. കാരണം എന്താ? കാരണം കൊച്ചുണ്ണി വഴിയിലാ കിടക്കണേ. മനസ്സിലായോ? നീ എന്താ ഈ കൊരത്തിക്കണേ? നീ വന്നില്ലേ? സമയം കണ്ടാ? എവിടെ സമയം കണ്ടാ? നീ വാ. ഞാൻ വന്നില്ലടാ. നീ എന്ത് തേങ്ങി പറയണേ? വേ വന്നേ, സമയമില്ല. എടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വന്നില്ലടാ. എന്താ ഇത്ര പ്രശ്നം? എൻ്റെ വകയിലൊരു മാമിയുടെ മാമൻ മരിച്ചടാ. എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല. ഇവിടെ മാമിയാണോ വലുത്, കൊച്ചുണ്ണിയാണോ വലുത്? മാമി പോണേ പോട്ടെ, നമുക്ക് പരിപാടിക്ക് പോവാ. നിനക്ക് അങ്ങനെ പലതും പറയാം. വീട്ടിൽ പ്രശ്നമാണോ? ഇന്നലെ വൈകിട്ട് 6 മണിക്ക് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്താക്കിയ ടീംസാണ്. ഇന്നലെയാണെങ്കിൽ മനുഷ്യൻ തിണ്ണാക്കിടന്നാണ് ഉറങ്ങിയത്. പഴ തൊലി. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അമ്മ പെങ്ങന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും വളരെയധികം അഭിമാനവും സന്തോഷവും നൽകുന്നതാണ്. നിങ്ങളേവരെയും എൻ്റെ വ്യക്തിപരമായ പേരിലും MUP പാർട്ടിയുടെ പേരിലും പൊതുവെ ഈ നാടിൻ്റെ എല്ലാമായ കൊച്ചുണ്ണിയെ ആദരിക്കുന്ന ഈ ചടങ്ങിൻ്റെ പേരിലും നിങ്ങളെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എടാ ജിഷ്ണു, അമ്പാടി നാടുവിടാൻ പോവാടാ. ഞാൻ അവന്റെ വീട്ടിൽ പോയി തപ്പി. പരിപാടിക്ക് വേണ്ടി ഞാൻ വിളിച്ചതാ, കേട്ടില്ല. ഇപ്പൊ അമ്പാടി കാണാനില്ല. ജിഷ്ണു പോയിന്നാ. എനിക്കറിയില്ല, നീ ഒന്ന് പോയി അന്വേഷിച്ചേ. ഞാൻ എല്ലായിടത്തും പോയി അന്വേഷിച്ചേ. ഞാൻ നോക്കിട്ട് വരാട്ടാ. ശരിക്കും സത്യം ഞാൻ നോക്കിയില്ല.
ചെറുക്കനില്ലേ അമ്പാടി, അവൻ നാട് വിട്ടെന്നാ തോന്നണം. മുഖത്തേക്ക് വിട്ടോടിക്കണം. ആരാ നീ? അമ്പാടി നിക്കടാ. ഈ പന്തോപ്പൊക്കെ പിടിച്ച് നീ എങ്ങോട്ടാണ് ഈ പോണത്? തനിക്ക് പരിപാടിക്ക് വരണമെങ്കിൽ വരണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ പോയി കുത്തിരിക്കാൻ നോക്ക്. നാടിവിടെ നടക്കുക അവനൊക്കെ. പന്നി, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നീയും നിന്റെ നാട്ടുകാരും ഉണ്ടല്ലോ. അതാണ് എനിക്ക് വെറുപ്പ്. ഒരണക്ക മരത്തിനെ പൊക്കി പിടിച്ചോണ്ട് കിടക്കണ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്. അമ്പാടിനെ കുറിച്ച് ആർക്കും അറിയണ്ട. ഞാന് പോന്ന് പറഞ്ഞാ പോയിരിക്കും. എന്റെ കാര്യത്തിൽ നീ ഒന്നും ഓടാൻ നിൽക്കണ്ട. എല്ലാ സ്ഥലത്തും വലിഞ്ഞേറി വന്നോളൂ. നാണമില്ലാതെ പുറകെ കിടന്നു. ഞങ്ങൾക്ക് മനസ്സിലാവില്ലടാ. എന്ത് മനസ്സിലാവില്ല എന്ന് എല്ലാം കാണിച്ചു കൂട്ടിയത് നീയല്ലേ? നിന്റെ അച്ഛനോട് ഇരുട്ടത്തിൽ രാത്രി കയറി മോട്ടിക്കാൻ പറഞ്ഞ ഞങ്ങൾ നാട്ടുകാരാണ്. അല്ലല്ല, നിന്റെ അച്ഛൻ അന്ന് നാട് വിട്ട് പോയപ്പോൾ നീയും ഇതുപോലെ ഒരു ദിവസം നാട് വിട്ട് പോകുമെന്ന് പറഞ്ഞാൽ കളിയാക്കി തിരിച്ച് ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ നീ അങ്ങനെ പോലെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അമ്പാടി, നീ ഒരു കാര്യം ഓർത്തോ, ഒളിച്ചോടാൻ എളുപ്പമാണ്, പക്ഷെ നിനക്കുള്ള കള്ളെന്നുള്ള പേര് ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല. നീ എന്ന് കള്ളം നിന്ന് വിശ്വാസങ്ങൾ ഇല്ലാണ്ടാക്കാൻ എളുപ്പമാണ് അമ്പാടി, അത് ഉണ്ടാക്കി എടുക്കാനാണ് പാട്. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. പുല്ല്, എനിക്കത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ആയോട് പറയണം.